നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷത്തിന്റെ ഭാഗമായി തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള ഏകദിന ക്ലാസും കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ ക്ലാസ് എടുത്തു. തൊടുപുഴ നഗരസഭാ സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും സ്ഥിരം തസ്തിക നികത്താത്തത് തൊടുപുഴ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. പുതിയ അധ്യയന വർഷം പടിവാതിൽക്കലെത്തിയതോടെ കുട്ടികളുടെ മനം കവരുന്ന പുത്തൻ ട്രെൻഡുകളുമായി സ്കൂൾ വിപണി സജീവം. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെയും 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സുപരിചിതമല്ലായിരുന്നു. പണ്ടൊക്കെ ഒരു ജനറൽ ഫിസിഷ്യൻ എല്ലാവിധ കാര്യങ്ങളെയും സർജറിക്ക് അപ്പുറമായുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്ര സാഹചര്യത്തിൽ നിന്ന് ഇന്ന് വളരെയധികം എണ്ണം സ്പെഷ്യലൈസേഷനിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. അതിനനുസരിച്ച് അനുബന്ധമായിട്ടുള്ള രോഗങ്ങൾ ആ ബന്ധപ്പെട്ട വകുപ്പുകളുമായും വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ മുമ്പൊക്കെ കണ്ടുപിടിക്കാതിരുന്നതുകൊണ്ടും മൈക്രോസ്കോപ്പിക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണ്ടെത്തി ചിന്തിക്കാതിരുന്നതുകൊണ്ടും ആകാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതായാലും ഇന്ന് കൂടുതൽ ആളുകൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗത്തിന് ഇരയായി അടിമപ്പെട്ട് സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അലർജി, ആസ്മ, അനുബന്ധമായ രോഗങ്ങൾക്കപ്പുറമായിട്ട് നമുക്ക് ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻ അത് കണ്ടെത്തി അതിനെ മുൻകൂട്ടി തന്നെ പരിചരിക്കേണ്ടത് ഒരു കാലത്തിന്റെ ആവശ്യമാണ്. മുനിസിപ്പൽ കൗൺസിലർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മഞ്ജു ജോസഫ് സ്വാഗതം ആശംസിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ കൃതജ്ഞത രേഖപ്പെടുത്തി. മെഡിക്കൽ ക്യാമ്പിൽ 80 രോഗികൾക്ക് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് തികച്ചും സൗജന്യമായി ചെയ്തു നൽകി. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയുവാനായിട്ട് ലങ് കപ്പാസിറ്റി നിശ്ചയിക്കുന്ന ടെസ്റ്റാണ് പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ്. ഈ ഒരു പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് COPD, ആസ്മ, അതുപോലെ പൾമിനറി ഫൈബ്രോസിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും അതിനു വേണ്ട കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ നേരത്തെ തന്നെ ചെയ്യുന്നതിനും അത് ഗുരുതരമാകാതിരിക്കുന്നതിനും സഹായിക്കുന്നതാണ്. ആവശ്യമായ മരുന്നുകളും മാർഗനിർദ്ദേശങ്ങളും മെഡിക്കൽ ഓഫീസർമാർ നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 2026-2027 സ്കൂൾ അധ്യയന വർഷത്തിന്റെ ഭാഗമായി തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള ഏകദിന ക്ലാസും കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ ക്ലാസ് നയിച്ചു.
അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ TJ അജയൻ, നിസാർ ഹനീഫ, രാംദേവ്, വിഷ്ണു എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. 2026-2027 സ്കൂൾ അധ്യയന വർഷത്തിന്റെ ഭാഗമായി തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള ഏകദിന ക്ലാസും കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ ക്ലാസ് നയിച്ചു. 2026-2027 സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി തൊടുപുഴ താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള ഒരു പരിശീലന ക്ലാസ്സുമാണ് ഇന്നിപ്പം ഈ കരിമണ്ണൂർ സ്കൂളിൽ നടത്തപ്പെടുകയുണ്ടായത്. ഇന്നിവിടെ ഹാജരായ 60 ബസ്സുകളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തുകയും അതിനകത്ത് 30 വാഹനങ്ങൾക്ക് മാത്രമാണ് സ്റ്റിക്കർ കൊടുക്കുവാൻ, ഫിറ്റ്നസ് പാസ്സായി സ്റ്റിക്കർ കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടായി. ബാക്കി വാഹനങ്ങളുടെ ചെറിയ ചെറിയ ന്യൂനതകളുണ്ട്. ആ ന്യൂനതകൾ പരിഹരിച്ച് ഓഫീസിൽ ഹാജരാക്കുന്നതനുസരിച്ച് വാഹനങ്ങൾക്ക് സ്റ്റിക്കറുകൾ കൊടുക്കുന്നതാണ്. വാഹനങ്ങളുടെ തിരക്കുകൾ ഒഴിവാക്കുന്നതിനായിട്ട് 3 ദിവസത്തെ ക്യാമ്പുമായിട്ടാണ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ശനിയാഴ്ച അല്ലസർ കോളേജിലും ബുധനാഴ്ച കോപ്പറേറ്റീവ് സ്കൂളുകളിലുമായിട്ടാണ് അടുത്ത ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ TJ അജയൻ, നിസാർ ഹനീഫ, രാംദേവ്, വിഷ്ണു എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. 20-ന് തൊടുപുഴ കോപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂളിലും 23-ന് പെരുമ്പളച്ചിറ അല്ലസർ കോളേജിലും ക്ലാസുകൾ നടക്കും. ഈ സ്ഥലങ്ങളിൽ രാവിലെ 8 മണി മുതലാണ് പരിശോധന. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള വാഹനങ്ങൾ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതില്ലെന്നും ഇത്തരം വാഹനങ്ങളുടെ ഒറിജിനൽ രേഖകൾ ഹാജരാക്കിയാൽ മതിയെന്നും പ്രസ്തുത റോഡ് സുരക്ഷാ ക്ലാസ്സിലേക്ക് എല്ലാ സ്കൂൾ ബസ് ഡ്രൈവർമാരും ഡോർ അറ്റൻഡർമാരും നിർബന്ധമായും പങ്കെടുക്കണമെന്നും തൊടുപുഴ ജോയിന്റ് RTO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ നഗരസഭ സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും സ്ഥിരം തസ്തിക നികത്താത്തത് തൊടുപുഴ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. സെക്രട്ടറി സ്ഥലം മാറിയിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും പകരം ആളെ നിയമിച്ചിട്ടില്ല. AXCക്ക് പകരം ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഇരട്ടിപ്പണിയായത് നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കി. തൊടുപുഴ നഗരസഭാ സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും സ്ഥിരം തസ്തിക നികത്താത്തത് തൊടുപുഴ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. സെക്രട്ടറി സ്ഥലം മാറിയിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും പകരം ആളെ നിയമിച്ചിട്ടില്ല. AXCക്ക് പകരം ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഇരട്ടിപ്പണിയായത് നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കി. സെക്രട്ടറി തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനം വൈകുന്നതിനാൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലാകട്ടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള താൽക്കാലിക നിയമനവുമാണ്. 2015 മുതൽ തൊടുപുഴയെ 1-ാം ഗ്രേഡ് നഗരസഭയായി ഉയർത്തിയിരുന്നു. 11 വർഷം കഴിഞ്ഞിട്ടും ഗ്രേഡ് അനുസരിച്ച് ആവശ്യമായ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും തസ്തിക അനുവദിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. 1987 സ്റ്റാഫ് പാറ്റേണിൽ തന്നെയാണ് നിലവിലും നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ ഈ മാസം 5 ജീവനക്കാർ നഗരസഭയിൽ നിന്ന് വിരമിക്കുന്നതും പ്രതിസന്ധിക്ക് കാരണമാകും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുതിയ അധ്യയന വർഷം പടിവാതിൽക്കൽ എത്തിയതോടെ കുട്ടികളുടെ മനം കവരുന്ന പുത്തൻ ട്രെൻഡുകളുമായി സ്കൂൾ വിപണി സജീവം. സ്കൂൾ വിപണിയിൽ ഇപ്പോൾ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അടുത്തയാഴ്ചയോടെ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. അതേസമയം സ്കൂളുകളിൽ നിന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും ആളുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതും കച്ചവടത്തെ ബാധിക്കുന്നതായി ചെറുകിട വ്യാപാരികൾ പറയുന്നു. ബാഗ്, കുട, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ചെരുപ്പ്, ഷൂസ്, നോട്ട്ബുക്ക്, പേന, പെൻസിൽ, നെയിം സ്ലിപ്പ് എന്നിങ്ങനെ നീളുന്നു വിപണിയിലെ താരനിര. വർണ്ണക്കൂടുകളും സൂപ്പർ ഹീറോകളുടെയും കാർട്ടൂൺ താരങ്ങളുടെയും ചിത്രങ്ങളുള്ള ബാഗുകളുമെല്ലാം നേരത്തെ തന്നെ റെഡി. മാർവൽ സൂപ്പർ ഹീറോസ് മുതൽ ഡിസ്നി കഥാപാത്രങ്ങൾ വരെ ബാഗുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസുകളിലെ കുട്ടികൾക്ക് ഇത്തരം ബാഗുകളോടാണ് കൂടുതൽ പ്രിയമെന്ന് വ്യാപാരികൾ പറയുന്നു. സ്കൂൾ വിപണി സജീവമായി പോകുന്നുണ്ട്. ഡയറക്റ്റ് ഫാക്ടറി പ്രൈസിൽ ബുക്കുകൾക്ക് വൻപിച്ച ഓഫറുകളും നല്ല തിരക്കുകളും അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിലാണ് തിരക്കുകൾ അനുഭവപ്പെടുന്നത്. അതുപോലെ എല്ലാ ഐറ്റംസിനും, സ്കൂൾ ഐറ്റംസിനായ എല്ലാ ഐറ്റംസിനും ഓഫറുകളോട് കൂടിയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രാൻഡുകൾ അനുസരിച്ചാണ് വിലയിലെ മാറ്റം. 350 രൂപ മുതൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ബാഗുകളും 250 രൂപ മുതൽ തുടങ്ങുന്ന കുടകളും വിപണിയിലുണ്ട്. 1000 രൂപയ്ക്ക് താഴെ നല്ല ഇനം ബ്രാൻഡഡ് ബാഗുകൾ ലഭിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും ഗുണമേന്മയും സൗജന്യങ്ങളും ഗ്യാരണ്ടിയുമെല്ലാം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു.
വിവിധ വർണ്ണങ്ങളിൽ ചിത്രങ്ങൾ പതിച്ച കുടകൾക്കാണ് കുട്ടികൾക്കിടയിൽ പ്രിയം. ഇത്തവണ വേനൽച്ചൂട് കൂടുതലായിരുന്നതിനാൽ മാർച്ച് മുതൽ കുടകൾക്ക് ആവശ്യക്കാരുണ്ടായിരുന്നു. മഴക്കാലവും അധ്യയന വർഷം അടുത്തെത്തിയതോടെ കുടവിൽപ്പനയിൽ വലിയ കുതിപ്പ് പ്രതീക്ഷിക്കുന്നു. കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സുകൾ 250 രൂപ മുതൽ ലഭ്യമാണ്. വാട്ടർ ബോട്ടിലുകൾ 100 രൂപ മുതലും 30 രൂപയിൽ തുടങ്ങുന്നു പെൻസിൽ ബോക്സുകളുടെ വില. ഡിജിറ്റൽ പെൻസിൽ ബോക്സുകൾ ഇത്തവണത്തെ പ്രധാന ആകർഷണമാണ്. പെൻസിൽ ബോക്സിന്റെ ഡിസ്പ്ലേയിൽ എഴുതുകയും വരയ്ക്കുകയും ചെയ്യാമെന്നതാണ് പ്രത്യേകത. എഴുതുന്നത് ഡിലീറ്റ് ചെയ്യാനുള്ള ബട്ടണുമുണ്ട്. 150-ന് മുകളിലേക്കാണ് ഇതിന്റെ വില. സ്കൂൾ വിപണിയിൽ ഇപ്പോൾ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അടുത്തയാഴ്ചയോടെ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. അതേസമയം പലയിടങ്ങളിലും സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും ആളുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതും കച്ചവടത്തെ ബാധിക്കുന്നതായി ചെറുകിട വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു. സമ്മേളനത്തിൽ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റും ചീഫ് പ്രൊമോട്ടറുമായിരുന്ന നിര്യാതനായ CP ജോസഫിനെ അനുസ്മരിച്ചു. സംഘം പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകുകയും ആദരിക്കുകയും ചെയ്തു. സംഘത്തിന്റെ അംഗങ്ങളായ 48 അധ്യാപകരാണ് ഈ വർഷം വിരമിക്കുന്നത്. സമ്മേളനത്തിൽ സംഘത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റും ചീഫ് പ്രൊമോട്ടറുമായിരുന്ന നിര്യാതനായ CP ജോസഫിനെ അനുസ്മരിച്ചു. വിരമിച്ചതിനു ശേഷവും സൊസൈറ്റിയുമായി ബന്ധം പുലർത്തുന്ന അംഗങ്ങളുടെ സ്നേഹസംഗമ വേദിയായി സമ്മേളനം മാറി. നിങ്ങളാണ് ഈ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സംഘത്തിന്റെ വളർച്ചയിൽ പിന്നിൽ പ്രവർത്തിച്ചത്. ചിട്ടിയിലൂടെ, അതുപോലെ തന്നെ നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ, അതുപോലെ തന്നെ നമ്മൾ മൗത്ത് ഓഫ് പബ്ലിസിറ്റി, അത് വലിയ ഘടകമാണ്. അപ്പൊ പല സഹകരണ ബാങ്കുകളും തകർച്ചയുടെ വക്കിലിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും എവിടെയാണ് പൈസ നിക്ഷേപിക്കാൻ പറ്റുക, എങ്ങനെയുണ്ട് ബാങ്ക് എന്ന് ചോദിക്കുമ്പോൾ ഈ ബാങ്കിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് സൊസൈറ്റിയെ പറ്റി നല്ലത് പറഞ്ഞത് കൊണ്ടാണ് ഈ ബാങ്കും ഇന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിന്നത്. ഈ റിട്ടയർമെന്റ് ഫംഗ്ഷനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഈ സംഘത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവുകയും പിന്നീട് സംഘവുമായിട്ട് സഹകരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മറിച്ച് നമ്മളിപ്പോൾ ഇതിനകത്തൊരു മാനദണ്ഡമായി വെച്ചിരിക്കുന്നത് ഇവിടെ അതിനുശേഷവും ചിട്ടിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളെയാണ്. ചിറ്റാളന്മാരെ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ആകാശഗംഗ തീരത്തിലപ്പുറം ആയിരവെണ്ണക്കൽ മണ്ഡപം പൗർണമി തോറും ഒരേകനാം ഗന്ധർവൻ പാടാ നനയുന്ന മണ്ഡപം. സംഘം പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജിബിൻ മാത്യു, ഭരണസമിതി അംഗങ്ങളായ സജി മാത്യു, ഷിൻഡോ ജോർജ്, ജോയിസ് മാത്യു, VR രതീഷ്, ലിജോമോ ജോർജ്, ഗ്ലോറിയ തോമസ്, ബിന്ദുമോൾ ഒലിയപുരം, സ്മിത അഗസ്റ്റിൻ, സെക്രട്ടറി ഷാങ്ക്ലിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന പൂനെയിലെ അഗഖാൻ കൊട്ടാരത്തിലെ മ്യൂസിയം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രവും നേതാക്കളുടെ ശബ്ദരേഖയും ഇവിടെയുണ്ട്. കസ്തൂർബ ഗാന്ധി അവസാന നാളുകൾ ചിലവഴിക്കപ്പെട്ട ഇടമെന്ന നിലയിലാണ് ഈ അഗഖാൻ പാലസ് ചരിത്രത്തിൽ ഇടം പിടിച്ചത്. സമാധിയും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു. MJ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 1944 ഫെബ്രുവരി 22-ന് രാത്രി 7:35-നാണ് കസ്തൂർബ മരണപ്പെട്ടത്. 23-ന് സംസ്കാരവും നടത്തി. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും കസ്തൂർബയെയും ഗാന്ധിജിയുടെ സെക്രട്ടറി മഹാദേവ് ദേശായിയെയും അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ ഇവരെ അഗഖാൻ പാലസിലാണ് പാർപ്പിച്ചത്. ഇവിടെ വെച്ചായിരുന്നു കസ്തൂർബയുടെ മരണം. 1942 ഓഗസ്റ്റ് 9-ന് ശിവജി പാർക്കിൽ നിശ്ചയിച്ച പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെട്ടപ്പോൾ ഗാന്ധിജിയും പിന്നീട് കസ്തൂർബയും അറസ്റ്റിലായി. 1892-ൽ സുൽത്താൻ മുഹമ്മദ് ഷാ നിർമ്മിച്ചതാണ് അഗഖാൻ പാലസ്. 1944 മെയ് 6 വരെയാണ് ഗാന്ധിജിയെ ഇവിടെ തടവിൽ പാർപ്പിച്ചത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അഗഖാൻ പാലസ് മാറിയതിനു ശേഷമാണ് ഇവിടെ മ്യൂസിയം തുറന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രവും നേതാക്കളുടെ ശബ്ദരേഖയും ഇവിടെയുണ്ട്. കസ്തൂർബ ഗാന്ധി അവസാന നാളുകൾ ചെലവഴിക്കപ്പെട്ട ഇടമെന്ന നിലയിലാണ് ഈ അഗഖാൻ പാലസ് ചരിത്രത്തിൽ ഇടം പിടിച്ചത്. സമാധിയും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു.
freedom struggle to the people and to the Muslim father of the country. So we thought of very much that we first went on the earth from the beginning. We were a couple of something ordinary. We ceased to be two different entities without my wishing it. She chose to lose her. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഒരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് അൽ-അസ്ഹർ പോളിടെക്നിക് കോളേജ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് നൂതനമായ ക്യാമറ സംവിധാനത്തോടു കൂടിയ ഡ്രോൺ വികസിപ്പിച്ചു. ഡ്രോണിന്റെ സ്വിച്ച് ഓൺ കർമ്മം അൽ-അസ്ഹർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ KM ഫൈജാസ് നിർവഹിക്കും. ചടങ്ങിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാനം അസീസ്, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KA ഖാലിദ്, അക്കാദമിക് ഡീൻ പ്രൊഫസർ നീത ഫാരിദ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി പ്രൊഫസർ അൽസ റോഷിൻ, പ്രൊജക്ട് ടീം അംഗങ്ങളായ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും. ഏകദേശം 35,000 രൂപ മുതൽ മുടക്കിലാണ് വിദ്യാർത്ഥികൾ ഈ മികച്ച പ്രൊജക്ട് പൂർത്തിയാക്കിയത്. ദൃശ്യങ്ങൾ പകർത്താൻ സഹായിക്കുന്ന ഹൈ ക്വാളിറ്റി ക്യാമറയാണ് ഈ ഡ്രോണിന്റെ പ്രധാന പ്രത്യേകത. ഈ ഉപകരണം ചെറുകിട നിർമ്മാതാക്കൾക്കും സ്വയം സംരംഭകർക്കും ഗവേഷകർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ചുങ്കത്ത് പ്രവർത്തിച്ചിരുന്ന KSBC ഷോപ്പ് ആശീർവാദ് തിയേറ്ററിന് സമീപം കുഴിഞ്ഞ കല്ലിങ്കൽ ബിൽഡിംഗ്സിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. പതിനേഴാം വർഷവും 100ന്റെ നിറവിൽ വെസ്റ്റ് കോടിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ. SLC പരീക്ഷയിൽ 17ാം വർഷവും തുടർച്ചയായി 100 മേനി വിജയം ആവർത്തിച്ചിരിക്കുകയാണ് വെസ്റ്റ് കോടിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ. വിജയികളായ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരും PTA-യും അനുമോദിച്ചു. വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് SLC പരീക്ഷയിൽ 100 മേനി വിജയം. ആകെ 89 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ എല്ലാവരും ഉയർന്ന മാർക്കോടെ ഉന്നത വിജയം നേടി. 3 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. ഒരാൾക്ക് 9A+, 4 കുട്ടികൾക്ക് 8A+ഉം ലഭിച്ചു. സാന്ദ്ര സോജൻ, അപർണ സന്തോഷ്, അമൃത MS എന്നിവരാണ് എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയത്. വിജയികളെ അധ്യാപകരും PTA-യും മാനേജ്മെന്റും ചേർന്ന് അനുമോദിച്ചു. മലങ്കര കാത്തലിക് അസോസിയേഷൻ കുമിളി മേഖലയുടെ നേതൃത്വത്തിൽ ബാലഗ്രാം സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ച് മേഖല ആത്മായ ദിനാഘോഷം മെയ് 17 നടക്കും. രാവിലെ 8:30 പതാക ഉയർത്തൽ, പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന ഫാദർ ബെഞ്ചമിൻ വാടിയിൽ നയിക്കും. തുടർന്ന് നടക്കുന്ന ആത്മായ ദിനാഘോഷം ഉടുമ്പൻചോല നിയുക്ത MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് ജോമോൻ താനിക്കൽ അധ്യക്ഷത വഹിക്കും. 2026 വർഷത്തെ കർമ്മപദ്ധതി പ്രകാശനം മേഖലാ വികാരി ഫാദർ വർഗീസ് മനക്കലേട്ട് നിർവഹിക്കും. ഫാദർ ജോസഫ് വില്ലോത്ത്, റോയി മധുരത്തിൽ, അനിൽ വലിയപറമ്പിൽ, ആൻസി പുത്തൻപുരയ്ക്കൽ എന്നിവർ പങ്കെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി റോമി വെള്ളാമേൽ അറിയിച്ചു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 18 തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ വെച്ച് ഇടുക്കി ജില്ലാ പൊതുയോഗം നടത്തും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കോക്കാട്ട് മുഖ്യാതിഥിയായി പങ്കെടുക്കും. യോഗത്തിൽ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ അധ്യയന വർഷത്തിന്റെ ഭാഗമായി തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള ഏകദിന ക്ലാസും കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ ക്ലാസ് എടുത്തു. തൊടുപുഴ നഗരസഭാ സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും സ്ഥിരം തസ്തിക നികത്താത്തത് തൊടുപുഴ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. പുതിയ അധ്യയന വർഷം പടിവാതിൽക്കലെത്തിയതോടെ കുട്ടികളുടെ മനം കവരുന്ന പുത്തൻ ട്രെൻഡുകളുമായി സ്കൂൾ വിപണി സജീവം. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.